രാവിലെ ഒരു സ്ത്രീ, ഉച്ചയ്ക്കൊരു സ്ത്രീ, വൈകുന്നേരം ഒരു സ്ത്രീ. ഇങ്ങനെ ദിവസം സ്ത്രീകളെ വെച്ച് സെക്സിനായി ഉപയോഗിക്കുന്ന ഒരു ഫേക്ക് ബാബയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭക്തിയുടെ പേരിൽ ആളുകൾ എന്തെല്ലാം ചെയ്യാൻ തയ്യാറാകും. വിശ്വാസം എവിടെയാണ് അവസാനിക്കുന്നത്? ചൂഷണം എവിടെയാണ് തുടങ്ങുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ ഇന്ത്യയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എപ്സ്റ്റീൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വിളിക്കപ്പെടുന്ന അശോക് കരാട്ട് എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം. ഇത് ഒരു വ്യക്തിയുടെ കഥ മാത്രമാണോ, അല്ലെങ്കിൽ ഒരു വലിയ സാമൂഹിക പ്രശ്നത്തിന്റെ ലക്ഷണമോ? റിപ്പോർട്ടുകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ നാസിക് സ്വദേശിയായ 67-കാരൻ, മുൻ മർച്ചന്റ് ജീവനക്കാരൻ, പിന്നീട് ആൾദവ്യമായി മാറിയ ആളാണ് അശോക് കരാട്ട്. മാർച്ച് മാസത്തോടെ പുറത്തു വന്ന ചില വീഡിയോ ക്ലിപ്പുകൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഇവയിൽ നിരവധി സ്ത്രീകൾ ഭക്തിയുടെ പേരിൽ ഇയാളുടെ ലൈംഗിക നിയന്ത്രണത്തിൽ ആയിരുന്നതായി പറയുന്നു. മാധ്യമ റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ ചർച്ചകളിലും പറയുന്നത് ആശീർവാദം എന്ന പേരിൽ സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകളെ വിളിച്ചു വരുത്തി മാനസികമായി സ്വാധീനിച്ച് ബ്ലാക്ക് മാജിക് പോലുള്ള വിശ്വാസങ്ങൾ ഉപയോഗിച്ച് ചിലപ്പോൾ ലഹരി കലർത്തിയ പാനീയങ്ങൾ നൽകി ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ഒരു പ്രധാന ചോദ്യമുണ്ട്: വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയുമുള്ള ആളുകൾ പോലും എന്തുകൊണ്ട് ഇത്തരം വലയങ്ങളിൽ പെടുന്നു? അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം അന്ധവിശ്വാസമാണ്. കൂട്ടത്തിൽ കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ദൈവം എന്ന പേരിൽ വരുന്ന മാനസിക സ്വാധീനം, സോഷ്യൽ പ്രഷർ എന്നിവയൊക്കെയാണ്. ഇതൊരു വ്യക്തിയുടെ ബുദ്ധിയില്ലായ്മയല്ല, പലപ്പോഴും അതൊരു മാനസിക ട്രാപ്പാണ്. പുറത്തു വരുന്ന ന്യൂസ് വെച്ച് ഇയാൾ ഒരു ദിവസം തന്നെ 3-ലധികം സ്ത്രീകളുമായി സെക്സ് റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതും സ്വന്തം ഓഫീസിൽ വെച്ച്. പുറത്ത് ബാക്കിയുള്ള ഭക്തന്മാർ കാത്തു നിൽക്കുമ്പോൾ. CCTV ദൃശ്യങ്ങളുണ്ടെന്ന് ഇവന് ഒരു തടസ്സമേ ആയിരുന്നില്ല. അധികാരികൾ അന്വേഷണം നടത്തുകയാണ്. സത്യാവസ്ഥ പുറത്തു വരാൻ സമയമെടുക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇത് ഒരു വ്യക്തിയുടെ കഥയായി മാത്രം കാണാൻ സാധിക്കില്ല. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതിബിംബമാണ്. വിശ്വാസം ആവശ്യമാണ്, പക്ഷേ ചോദ്യം ചെയ്യാനുള്ള ബോധവും അത്ര തന്നെ പ്രധാനമാണ്. അന്ധവിശ്വാസം ഒരിക്കലും ഭക്തിയാകില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അവബോധം മാത്രമാണ് ഏറ്റവും വലിയ ആയുധം.